ഓം ശാന്തി. അഷ്ടാംഗ യോഗ മാർഗം പതഞ്ജലി മഹർഷിയുടെ ശാരീരിക അച്ചടക്കത്തിലൂടെ മാനസികമായ ഉത്കൃഷ്ടതയിലേക്കുള്ള ഈ പരിശീലന പദ്ധതിയെക്കുറിച്ച് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി. ഇതാണല്ലോ 8 പടവുകൾ. ഇതിൽ യമനിയമം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ജീവിതത്തിൻ്റെ നിയമങ്ങളും മര്യാദകളുമാണ്. ഡൂസ് ആൻഡ് ഡോണ്ട് ഡൂസ്. അതാണ് യമം, നിയമം. നമ്മൾ കടയിൽ നിന്ന് ഒരു ഇലക്ട്രോണിക് ഉപകരണം വാങ്ങിയാലും, എത്ര ചെറിയൊരു സാധനം വാങ്ങിയാലും അതെങ്ങനെ ഉപയോഗിക്കണം എന്നൊരു യൂസർ മാനുവൽ ആ ഉപകരണത്തിൻ്റെ കൂടെ കിട്ടും. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മളെല്ലാവരും കുട്ടികളായി ജനിച്ച് വളർന്ന് മുന്നോട്ട് പോകുന്നതിൻ്റെ ഇടയിൽ ഇത്രയും വലിയൊരു ഉപകരണമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത്രയും അതിവിശാലമായ ഭൂമുഖത്ത് നാടകശാലയിൽ നമ്മൾ ജീവിത നാടകം കളിക്കുമ്പോൾ നമ്മുടെ കൂടെ അനവധി അഭിനേതാക്കൾ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതെങ്ങനെ ഈ ഉപകരണം ഉപയോഗിക്കണം, അതിൻ്റെ യൂണിവേഴ്സൽ ലോസ് എന്താണ്, പ്രപഞ്ച നിയമം എന്താ, ജീവിത നിയമങ്ങൾ എന്താണ്, മാനുഷിക മൂല്യങ്ങൾ എന്താണ്, ജീവിത നാടകത്തിൻ്റെ നിയമങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കി അതിലൂടെ ജീവിക്കുക, ഓരോ സെക്കൻഡും കടന്നു പോകുക. ഇതിൽ നമ്മൾ അത്ര അറ്റൻഷൻ കൊടുക്കുന്നില്ല. അതുകൊണ്ടാണ് പലപ്പോഴും ഈ ഉപകരണവും കേടുവരുന്നത്, ഈ ഡ്രൈവർക്ക് ഈ ഉപകരണം ശരിയായിട്ട് ഉപയോഗിക്കാൻ പറ്റാത്തത്, ഈ വണ്ടി പോയി മറ്റു വണ്ടികളിൽ തട്ടുന്നതും മുട്ടുന്നതും തകരാറാകുന്നതിൻ്റെയും എല്ലാം ഒരു പ്രധാന കാരണം. അതുകൊണ്ട് ജീവിതം എങ്ങനെ ജീവിക്കണം, ആ യൂസർ മാനുവലാണ് മനുഷ്യ ജീവിതത്തിലെ നിയമം, മര്യാദകളെന്ന് പറയുന്നത്. ജീവിത നിയമങ്ങളും മര്യാദകളും അതെയാണ് പൊതുവെ ശുദ്ധികളെന്ന് പറയുക. അതാണ് യോഗി ജീവിതത്തിൽ ഫസ്റ്റ് വേണ്ടത്. ആസനം 3-മതാണ് പറഞ്ഞിട്ടുള്ളത്. ആസനത്തെക്കുറിച്ച് എന്താണ് പറയുന്നത് മഹർഷി? സ്ഥിരം സുഖം ഇതി ആസനഃ. സ്ഥിരമായി കൂടുതൽ സമയം സുഖമായിരിക്കാൻ കഴിയുന്ന ഒരാസനത്തിലിരിക്കുക. പക്ഷേ യമവും നിയമവും പാലിക്കുമ്പോഴാണ് നമുക്ക് ആസനങ്ങൾ പോലും പഠിക്കുന്നത് പിന്നത്തെ കാര്യമാണ്. കാരണം യമനിയമങ്ങളില്ലാത്തൊരാൾ ആസനം പഠിച്ചിട്ട് എന്താ കാര്യം? യമം എന്താ, നിയമം എന്താ? യമത്തിൽ 5 കാര്യങ്ങളാണ് പറയണേ, നിയമത്തിലും 5 കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. യമത്തിൽ പറയുന്നത് 5 കാര്യങ്ങളാണ്. അഹിംസ, സത്യത. അഹിംസ പറഞ്ഞ ശരീരത്തിനെയും മനസ്സിനെയും വേദനിപ്പിക്കാതിരിക്കുക. സത്യത 2-മത്തത്. നമുക്കെല്ലാവർക്കും അറിയാം, മനസ്സാ വാച കർമ്മണ സത്യസന്ധമായി ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകത. അതില്ലെങ്കിൽ ഉണ്ടാകുന്ന കുഴപ്പങ്ങൾ നമുക്കറിയാം. സത്യമേവ ജയതേന്ന് നമ്മൾ കുട്ടിക്കാലം മുതൽ കേട്ടിട്ടുണ്ട്, പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലേക്ക് നോക്കൂ, സത്യതയുടെ ശതമാനം എത്രത്തോളം മുഴുവൻ ജീവിതത്തിലും ഉണ്ട്. 3-മത്തത് പറയുന്നത് ആസ്തേയം, ചൂഷണം ചെയ്യാതിരിക്കുക. 4-മത്തത് ബ്രഹ്മചര്യം. 5-മത്തേത് അപരിഗ്രഹം, ധൂർത്തില്ലാതിരിക്കുക. യോഗി ജീവിതത്തിൽ ധൂർത്തുണ്ടാവില്ല. കാരണം ജീവിതത്തിൽ സന്തോഷിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഉപാധി യോഗിക്ക് ആവശ്യമില്ല. രുചികരമായ ഭക്ഷണം കഴിക്കണം, ഹോട്ടലിൽ പോയി കഴിക്കണം, സിനിമ കാണണം, മദ്യശാലയിൽ പോകണം, ഒരു ചിലവുമില്ല ഒരു യോഗിക്ക്.
കാരണം തൻ്റെ ഉള്ളിൽ ആനന്ദം കണ്ടെത്താൻ കഴിയുന്ന ആളാണ്. ഇതാണ് യമത്തിൽ പറയുന്ന 5 കാര്യങ്ങൾ. നിയമത്തിൽ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ട 5 നൈതിക മൂല്യങ്ങളെക്കുറിച്ചാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ആ 5 നൈതിക മൂല്യങ്ങൾ: 1 ശുദ്ധി, 2 സന്തുഷ്ടത, തൃപ്തിയുള്ള ജീവിതം, 3 തപസ്, സെൽഫ് ഡിസിപ്ലിൻഡ് ആയിരിക്കണം ലൈഫ്, ദൃഢത വേണം. നമ്മൾ പറയില്ലേ, അവർക്കതൊരു തപസ്സാണ്. ഏത് ശ്രേഷ്ഠ കാര്യവും നേടിയെടുക്കാൻ വേണ്ടി ചെയ്യേണ്ട അധ്വാനം. പിന്നെ സ്വാധ്യായം, സെൽഫ് സ്റ്റഡി, പഠിക്കണം. എനിക്ക് പഠിക്കണം, പരിവർത്തനപ്പെടണം. 5 ഈശ്വര പ്രാണിധാനം. ഏത് കർമ്മവും സമർപ്പണ ബുദ്ധിയോടെ ചെയ്യുക. അപ്പോൾ ഒരിക്കലും അഹങ്കാരം ഉണ്ടാകില്ല. ചെയ്യിപ്പിക്കുന്ന ആൾ ചെയ്യിപ്പിക്കുന്നു, ഞാനൊരു ഇൻസ്ട്രുമെൻ്റാണ്, എല്ലാം ചെയ്യും, റെസ്പോൺസിബിലിറ്റിയോടെ ചെയ്യും, പക്ഷേ സമർപ്പണ ഭാവത്തോടെ ചെയ്യും. അപ്പോൾ വിനയം എപ്പോഴും ഉണ്ടാക്കും. ഇതാണ് നിയമങ്ങൾ പറയുന്നത്. 10 കാര്യങ്ങൾ. ഈ 10 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നാൽ തന്നെ, ഈ ജീവിത മര്യാദയിലൂടെ കടന്നു പോയാൽ തന്നെ യോഗി ജീവിതമായി. പിന്നെ നിയമവും കഴിയുമ്പോൾ ആസനം. കാരണം ശരീരത്തിനെ ആരോഗ്യമായിട്ട് വയ്ക്കാൻ നമുക്ക് വ്യായാമം തീർച്ചയായിട്ടും വേണം. 4 പറഞ്ഞിരിക്കുന്നത് പ്രാണായാമം. പ്രാണായാമം വായു കൊണ്ടുള്ള വ്യായാമമാണ്. നമ്മുടെ ശരീരത്തിലേക്ക് ഓക്സിജൻ്റെ നല്ല സപ്ലൈ ഫ്രീ ആയിട്ട് ഇഷ്ടം പോലെ പ്രകൃതി നമുക്ക് തരുന്നുണ്ട്. എന്തുകൊണ്ട്? ശുദ്ധവായു ഉള്ളിലേക്ക് എടുത്തുവിടാം. അതിലൂടെ നമ്മുടെ ശരീരത്തിന് എത്ര രോഗങ്ങളിൽ നമുക്ക് മുക്താക്കാം അല്ലേ? അടുത്തതാണ് പ്രത്യാഹാരം. ആഹാരത്തിൽ പഥ്യം വേണം. കഴിക്കുന്ന ആഹാരം മാത്രമല്ല, കഴിക്കുന്നതിൽ, കുടിക്കുന്നതിൽ, വായു കൊണ്ട് മാത്രമല്ല ആഹരിക്കുന്ന, കണ്ണും കാതും എല്ലാം ആഹരിക്കുകയാണ്. മനസ്സും ചിന്ത, വാക്ക്, പ്രവൃത്തി, കേൾക്കുന്നത്, കാണുന്നതിലെല്ലാം പഥ്യം പാലിക്കണം. അവരാണ് യോഗി. അതാണ് പ്രത്യാഹാരം. പിന്നെ ധാരണ. ധാരണ എന്ന് പറഞ്ഞാൽ ധർമ്മത്തിലിരുന്ന് കർമ്മം ചെയ്യുക. നമ്മൾ നമ്മുടെ സ്വധർമ്മത്തിൽ, ആത്മാവിൻ്റെ സ്വധർമ്മം എന്ന് പറയുന്നത് ശാന്തിയാണ്, സ്നേഹമാണ്, സത്യതയാണ്, ശുദ്ധിയാണ്. ആ സ്വധർമ്മത്തിലിരുന്ന് കർമ്മം ചെയ്യുമ്പോൾ ആ കർമ്മം ശ്രേഷ്ഠമായിരിക്കും, അതിൻ്റെ ഫലവും ശ്രേഷ്ഠമായിരിക്കും. ഇത് 2 ആത്മീയ മനോഭാവമാണ്, പ്രത്യാഹാരവും ധാരണയും. 7 പറഞ്ഞിരിക്കുന്നത് ധ്യാനം. ധ്യാനം എന്ന് പറഞ്ഞാൽ യാനം എന്ന് പറയാം. ബുദ്ധി, ബുദ്ധിയുടെ യാനം, യാത്ര. ബുദ്ധി കൊണ്ട് ആരുടെ അടുത്തേക്ക് യാത്ര ചെയ്യുക? പരമാത്മാവിൻ്റെ അടുത്തേക്ക് യാത്ര ചെയ്യുക. അപ്പോൾ ഈശ്വരീയ ശക്തിയുടെ കറണ്ട് ഇവിടെ നിറയും. ഈ ബാറ്ററി റീചാർജ് ആക്കും. പവർ ഹൗസുമായി കണക്റ്റായിട്ട് ജീവിക്കുക. അതാണ് യോഗി ജീവിതം. ഈ 7 കാര്യങ്ങൾ നമ്മൾ കടന്നു വരുമ്പോൾ അതിൻ്റെ റിസൾട്ടാണ് ലാസ്റ്റ് 8. ഏതാണ്? സമാധി. ബുദ്ധി അല്ലേ, സ്ഥിരതയിലേക്ക് വരും, സ്റ്റേബിൾ മൈൻഡഡ് ആവും. ഭഗവാൻ പറയുന്നുണ്ടല്ലോ, സ്ഥിതപ്രജ്ഞ. ഇപ്പം നോക്കൂ, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ നോക്കുകയാണെങ്കിൽ അനിശ്ചിതത്വത്തിൻ്റെ ഒരു പ്രവാഹമാണ് ലൈഫെന്ന് നമുക്ക് കാണാം അല്ലേ? പെട്ടെന്നാണ് ശരീരത്തിന് എന്തെങ്കിലും, സ്വന്തം ശരീരത്തിന് അസുഖം, നമ്മുടെ കൂടെയുള്ളവർക്ക് എന്തെങ്കിലും പെട്ടെന്ന് ആക്സിഡൻറ്റ്, അസുഖം, സാമ്പത്തിക പ്രശ്നം, പ്രകൃതിയിൽ നിന്ന് എന്തെങ്കിലും. ഇപ്പം തന്നെ നോക്കൂ, ഒരു സൂക്ഷ്മാണു വന്നിട്ട് നമ്മൾ ജീവിതത്തിൽ എന്തെല്ലാം തരത്തിലുള്ള അനിശ്ചിതത്വത്തിലൂടെയാണ് കടന്നു പോണേ അല്ലേ? അപ്പോൾ പെട്ടെന്ന് ജീവിതത്തിൽ പുറത്തുനിന്ന് സാഹചര്യങ്ങൾ
പെട്ടെന്ന് മാറി വരും. പക്ഷേ ഇങ്ങനെ ഇളകി കളിക്കുന്ന സാഹചര്യങ്ങൾ നമ്മളെ ഇളക്കാൻ വരുമ്പോഴും ആന്തരികമായിട്ട് നമ്മൾ സ്റ്റേബിളായിട്ടിരുന്നാലേ, സ്ട്രോങ് ആയിട്ടിരുന്നാലേ, ഇളകാതിരുന്നാൽ മാത്രമേ ഇളകിക്കളിക്കുന്ന സാഹചര്യങ്ങളെ നമുക്ക് നല്ല രീതിയിൽ കോപ്പപ്പ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റൂ. അവരുടെ പേരാണ് ഇളകുന്ന സാഹചര്യത്തിൽ സ്വയം ഇളകാതിരിക്കുക, ശാന്തമായിരിക്കുക, ശക്തിശാലിയായിരിക്കുക, കാര്യങ്ങളെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ കഴിയുക. അതാണ് സമാധി, സ്റ്റേബിൾ മൈൻഡ്. അതാണ് ഒരു യോഗിക്ക് കിട്ടുന്ന യോഗി ജീവിതത്തിൻ്റെ നെറ്റ് റിസൾട്ട്. ഈ 8 കാര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതം എന്താകും? യോഗി ജീവിതമാകും. അതിൽ ശാരീരികവും മാനസികവും വൈകാരികവും ബുദ്ധിപരവും അല്ലേ, ആത്മീയവുമായ ഒരു സുസ്ഥിരത, സമ്പൂർണമായ ഒരു ജീവിതം, ഒരു സമഗ്രമായ വ്യക്തിയായി നമ്മൾ ഓരോരുത്തരും മാറും. ഇങ്ങനെയുള്ള ഒരു അഷ്ടാംഗ മാർഗത്തിന് നമുക്ക് വിധേയമായി അതിൻ്റെ നെറ്റ് റിസൾട്ടായിട്ട് അല്ലേ, സ്ഥിരതയുള്ള ഒരു മനസ്സിനുടമയായിട്ട് നമുക്ക് മാറാം. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കെല്ലാവർക്കും ഇത് വളരെയധികം അത്യന്താപേക്ഷിതമല്ലേ? ഇപ്രകാരം ഒരു യോഗി ജീവിതത്തിന് ഈ വർഷം നമുക്ക് തുടക്കം കുറിക്കാം. ഓം ശാന്തി.